Hi all, welcome back. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഐസ്ക്രീമും പുട്ടുകുറ്റിയും വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതാ പുട്ടുകുറ്റിയുടെ ചില്ല് ഇതാ ഇതുപോലൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ കവർ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഡ്യൂട്ടി ഫ്രൂട്ടിയും അതുപോലെ നട്ട്സും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 കളറിലുള്ള ഡ്യൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പാണ് കേട്ടോ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കറുത്ത ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനി ചില്ലിട്ട് വെച്ചിട്ടുള്ള പുട്ടുകുറ്റിയുടെ ഉള്ളിലേക്ക് നമുക്കിതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ആ ഒരു പകരമായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു ചെറിയ ലെയർ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ ലെയർ സ്ട്രോബെറി ഐസ്ക്രീമാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഐസ്ക്രീം വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ 2-3 വിധം ഐസ്ക്രീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്ട്രോബെറി വാനിലയാണ് കേട്ടോ എടുക്കുന്നത്. 2 കളറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സ്ട്രോബെറി ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ട് ഒരു ലെയർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ആ ഒരു പുട്ട് കഷ്ണം എത്രയാണോ വലിപ്പം ഉണ്ടാവുക അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ 1 ടേബിൾ സ്പൂൺ 1-1.5 ടേബിൾ സ്പൂണൊക്കെ കോൺഫ്ലെക്സിൻ്റെ ഈ ഒരു ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് ലെയറിൽ കട്ടിയിൽ വേണ്ട കേട്ടോ ലെയറിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ പുട്ട് കഷ്ണം അങ്ങ് മുറിഞ്ഞു പോകും. നമുക്ക് കുത്തിയെടുക്കുമ്പോൾ നേരിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി ലെയറിൽ. പിന്നെ വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വാനില ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് കോൺഫ്ലെക്സും ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്ത ലെയറും ഞാൻ സ്ട്രോബെറി ഐസ്ക്രീം തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പിസ്തയോ ബട്ടർസ്കോച്ചോ അങ്ങനെ വേറെ ഏതെങ്കിലുമൊക്കെ കളറിലുള്ള ഐസ്ക്രീം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ 2 പിങ്ക് കളറിലും അതുപോലെ 1 വൈറ്റ് കളറിലും ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഓരോ ലെയർ ഐസ്ക്രീം ഇട്ട് കൊടുത്താലും ഒന്ന് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലുള്ളൂ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിലൊക്കെ കിട്ടുക. അല്ലെങ്കിൽ അതിന് ഗ്യാപ്പൊക്കെ ഉണ്ടാവും. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മുടെ കോൺഫ്ലെക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള കോൺഫ്ലെക്സ് ഒക്കെ നമ്മൾ മിക്സ് ചെയ്തെടുത്തത് അത് ഞാൻ ഈ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ നിരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഐസ്ക്രീം പുട്ട് കുത്തി കൊടുക്കാം. പിന്നെ ഇത് ഫ്രീസറിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഞാനിത് സെറ്റാക്കിയ ഉടനെ തന്നെയാണ് ഇതിലേക്ക് ഇങ്ങനെ കൊത്തി കൊടുക്കുന്നത്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തത് കാരണം ഒട്ടും തന്നെ ഗ്യാപ്പൊന്നും ഇല്ലാതെ വേറിട്ട് പോരാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് റിച്ച് ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.